ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു മച്ച് വാണ്ടഡ് വീഡിയോ ആണ്, അല്ലെ മച്ച് വാണ്ടഡ് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പല ആൾക്കാരും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫെറ്റിഷിസം ആണ്. ട്രഡീഷണലി സെക്ഷുവലായിട്ട് കണക്കാക്കാത്ത ജീവനില്ലാത്ത വസ്തുക്കളോട് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോട്, അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നാത്ത ജീവനില്ലാത്ത വസ്തുക്കളോട് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോട് ഇൻറ്റൻസ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സെക്ഷൽ അട്രാക്ഷൻ തോന്നുകയും അത് കാരണം ഡിസ്ട്രെസ്സിലേക്ക് പോവുകയും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിനെ, പഠനത്തെ, ജോലിയെ, റിലേഷൻഷിപ്പിനെയൊക്കെ മോശമായിട്ട് ബാധിക്കുകയും ഈ ഒരു വസ്തു അല്ലെങ്കിൽ ശരീരഭാഗം കണ്ടാൽ മാത്രമേ സെക്ഷൽ എറോസൽ ലഭ്യമാകൂ എന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഫെറ്റിഷിസം എന്ന ഡിസോർഡർ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഇൻആനിമേറ്റ് ഒബ്ജക്ട്സിനോട് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോട്, സെക്ഷലായിട്ട് കണക്കാക്കാത്ത ശരീരഭാഗങ്ങളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പരിധി വരെ നോർമൽ ഹ്യൂമൻ സെക്ഷുവാലിറ്റിയുടെ പാർട്ടാണ് എന്ന് പറയാൻ സാധിക്കും. അത് ഒരുപാട് പേരിൽ കാണാനായിട്ട് സാധിക്കും. അവർക്കെല്ലാം ഫെറ്റിഷിസം എന്ന ഡിസോർഡർ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഫെറ്റിഷിസം എന്ന ഡിസോർഡർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ ഒരു വസ്തു അല്ലെങ്കിൽ ശരീരഭാഗം കണ്ടാൽ മാത്രമേ സെക്ഷൽ എറൗസൽ ഉണ്ടാവുകയുള്ളൂ എന്നൊരവസ്ഥയും, അത് കാരണം അവർക്ക് വളരെയധികം ഡിസ്ട്രെസ് അനുഭവിക്കുകയും അവരുടെ ജോലിയെ, പഠനത്തെ, സോഷ്യൽ ലൈഫിനെ, റിലേഷൻഷിപ്പിനെയൊക്കെ മോശമായിട്ട് ബാധിക്കുകയും വേണം എന്നുള്ളതാണ്. സോ പലർക്കും ഈ ഒരു ഫെറ്റിഷ് വസ്തുവിന്റെ പടം കാണുമ്പോൾ തന്നെ സെക്ഷൽ എറൗസൽ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ, മറ്റു ചിലർക്ക് അത് കയ്യിലെടുക്കുകയോ റബ്ബ് ചെയ്യുകയോ ടേസ്റ്റ് ചെയ്യുകയോ സ്മെല്ല് ചെയ്യുകയോ ഒക്കെ വേണം. ചിലർ അത് തന്റെ പങ്കാളിയെ അണിയിക്കുകയും ചെയ്യാറുണ്ട് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ എറൗസലിന് വേണ്ടിയിട്ട്. ഈ ഒരു ഇൻആനിമേറ്റ് ഫെറ്റിഷ് ബിഹേവിയറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഫോം ഫെറ്റിഷുമുണ്ട്, മീഡിയ ഫെറ്റിഷുമുണ്ട്. ഫോം ഫെറ്റിഷ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഫെറ്റിഷ് ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ആയിരിക്കും പ്രധാനമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഹൈ ഹീൽഡ് ഷൂസ്, അതിന്റെ ഒരു ഷേപ്പ് ആയിരിക്കും പ്രധാനമായിട്ടുള്ളത്. പിന്നെ മീഡിയ ഫെറ്റിഷ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫെറ്റിഷ് ഒബ്ജക്റ്റിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ആയിരിക്കും പ്രധാനമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ സിൽക്ക് കൊണ്ടുള്ളതാണോ, ലെതർ കൊണ്ടുള്ളതാണോ പോലെയുള്ള കാര്യങ്ങൾ. DSM-5 അനുസരിച്ച് ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ഡിസോർഡർ ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി സീൻ ഇൻ മെയിൽസ് എന്നുള്ളതാണ്. അതായത് ആണുങ്ങളിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ആണുങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഡിസോർഡർ ആണ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. അതുപോലെ മെയിൽ പോപ്പുലേഷന്റെ 10% ആൾക്കാരിൽ 10% ഓഫ് മെയിൽ പോപ്പുലേഷന് സം ടൈപ്പ് ഓഫ് ഫെറ്റിഷ് ബിഹേവിയർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, 10% ആൾക്കാർക്ക് ഡിസോർഡർ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. വളരെയധികം തെറ്റിദ്ധാരണയുള്ളൊരു മേഖലയാണിത്. തനിക്കൊരു ഫെറ്റിഷ് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ ഡിസോർഡർ എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഇപ്പോൾ വീണ്ടും പറയുകയാണ്. ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ശരീരഭാഗം കണ്ടാൽ മാത്രമേ സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ സെക്ഷൽ എറൗസൽ ഉണ്ടാവൂ എന്നുള്ളൊരവസ്ഥയും, അത് കാരണം ഡിസ്ട്രെസ് അനുഭവിക്കുകയും അവരുടെ ജോലിയെ, പഠനത്തെ, റിലേഷൻഷിപ്പിനെ, സോഷ്യൽ ലൈഫിനെയൊക്കെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡിസോർഡർ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ഡിസോർഡർ 1% ഓഫ് ആൾക്കാരിൽ മാത്രമാണ് കാണുന്നത് എന്നുള്ളതുമാണ്. DSM-5 അനുസരിച്ച് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, ഫെറ്റിഷിസം എന്ന ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് 6 മാസക്കാലം നിലനിൽക്കണം. അതുപോലെ ഈ ഒരു ഇൻആനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷലായിട്ട് കണക്കാക്കാത്ത ശരീരഭാഗങ്ങളോട് ഉള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള, റെക്കറന്റ് ആയിട്ടുള്ള, സെക്ഷലി എറൗസിങ് ആയിട്ടുള്ള ഏർജസ്, ഇമ്പൾസസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ഉണ്ടാവണം. അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഡിസ്ട്രെസ് അനുഭവിക്കുകയും അവരുടെ ഫാമിലി ലൈഫിനെയോ പഠനത്തെയോ ജോലിയോ റിലേഷൻഷിപ്പിനെയോ ഒക്കെ മോശമായിട്ട് ബാധിക്കുകയും വേണം. അതുപോലെ ഈ ഒരു വസ്തു, ഫെറ്റിഷ് വസ്തു എന്ന് പറയുന്നത് ഒരിക്കലും ജെനൈറ്റൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈബ്രേറ്റർ പോലത്തെ വസ്തുക്കളാവാനും പാടില്ല. അതായത് ട്രഡീഷണലി നോൺ സെക്ഷലായിട്ട് കണക്കാക്കുന്ന വസ്തുക്കളായിരിക്കണം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് സെക്ഷൽ പ്ലഷറോ സെക്ഷൽ അട്രാക്ഷനോ തോന്നാത്ത തരത്തിലുള്ള വസ്തുക്കളായിരിക്കണം. അപ്പൊ എന്തിനോടൊക്കെയാണ് ഈ ഒരു ഫെറ്റിഷ് ബിഹേവിയർ തോന്നുന്നത്? ലിറ്ററലി പറയുവാണെങ്കിൽ എനിത്തിങ് അണ്ടർ ദ സൺ, സൂര്യന് കീഴിലുള്ള എന്തിനോട് വേണമെങ്കിലും നമുക്ക് ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കോമൺലി കാണുന്ന ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് കാലുകളാണ്. ഫുഡ് ഫെറ്റിഷ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് കൈകള്, ശരീരത്തിലുള്ള ടാറ്റൂസ്, പിന്നെ ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് പറയുവാണെങ്കിൽ ഷൂസ്, അണ്ടർ ഗാർമെന്റ്സ്, ഗ്ലൗസ്, ഇതൊക്കെയാണ് കോമൺലി ഫെറ്റിഷ് അട്രാക്ഷൻ തോന്നുന്ന വസ്തുക്കൾ എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്,
സെക്ഷൽ ഫെറ്റിഷ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഈ ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വരികയും അത് കാരണം നിങ്ങളുടെ ഫാമിലി ലൈഫിനെ റിലേഷൻഷിപ്പിനെയും ഒക്കെ മോശമായിട്ട് ബാധിക്കുകയും നിങ്ങൾക്ക് ഡിസ്ട്രസ് ഉണ്ടാവുകയും ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഒരു ഡിസോർഡർ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫെറ്റിഷിസം എന്ന ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് കൺക്ലൂസീവായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പല തിയറീസ് പറയാറുണ്ട്. അതിനകത്തുള്ളത് നമ്മുടെ തലച്ചോറിന്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷതയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകൾ, അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയാറുണ്ട്. തലച്ചോറിന്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് നമ്മളുടെ കാലിന്റെ സെൻസറി ഇമ്പൾസുകൾ പ്രോസസ്സ് ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗവും ജെനൈറ്റൽ ഏരിയയുടെ സെൻസറി ഇൻപുട്സ് പ്രോസസ്സ് ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗവും അഡ്ജസന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂറൽ ക്രോസ് ടോക്സ് നടക്കുന്നതാവാം ഇതിന് കാരണം എന്ന് ഒരു പോസിബിൾ റീസൺ പറയുന്നത്. മറ്റൊന്ന് കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. പിന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ അബ്യൂസുകളോട്ടോ സെക്ഷൽ രീതിയിലോട്ടോ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സെക്ഷൽ അബ്യൂസുകളൊക്കെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസുകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ആണ് മറ്റൊരു തിയറിയിൽ പറയുന്നത് എന്നുള്ളത്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെഡിസിൻസ് പ്ലസ് സൈക്കോതെറാപ്പി ഫോർ എ ലോങ് ടൈം ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കാനായിട്ട് പാടില്ല. അതായത് നിങ്ങൾ ഒരു സൈക്കോതെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അവേർഷൻ തെറാപ്പി പോലുള്ള തെറാപ്പി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഉടനെ തന്നെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് മാറും എന്നുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും ഇത് കാരണം ഉണ്ടാക്കുന്ന ഡിസ്ട്രെസ്, നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഗിൽറ്റ് ഫീലിംഗ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ ആക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വിത്ത് ട്രീറ്റ്മെന്റ്. പക്ഷെ ചിലപ്പോൾ ഈ ഒരു ഡിസയർ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് വലിയൊരളവിൽ കുറച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഡിസോർഡറിന്റെ, ഫെറ്റിഷിസം എന്ന ഡിസോർഡറിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഓവർ എ ലൈഫ് ടൈം പലപ്പോഴായിട്ട് അതിന്റെ ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് എഴുതുക. മറ്റു വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.